Hello my dear students. Students Academy വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോ ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് തിയറി രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒരുപാട് തിയറികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും പ്രോബ്ലംസ് ഒരുപാട് ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത തിയറിയാണല്ലോ C/2 തിയറി. ഈ C/2 തിയറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു C/2 തിയറി? അവിടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നത് അവിടെ എന്താണ്? സപ്ലിമെന്ററി ആംഗിൾ, അതായത് അനുപൂരക കോണുകൾ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ ആ രണ്ട് കോണുകളെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? അനുപൂരക കോണുകൾ എന്ന് വിളിക്കും. അതായത് രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ ആ രണ്ട് ആംഗിൾസിനെയും നമ്മൾ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കും. അതുപോലെ ഒരു സർക്കിളില് ഡയാമീറ്റർ അല്ലാത്ത കോഡ് വരച്ചാൽ അത് ആ സർക്കിളിനെ ഒരു മേജർ പാർട്ടും ഒരു മൈനർ പാർട്ടുമാകും. അതായത് ഒരു വൃത്തത്തിൽ വ്യാസമല്ലാത്തൊരു ഞാൻ വരച്ചാൽ അത് വൃത്തത്തെ ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവുമാക്കുമെന്നും ആ രണ്ട് ഭാഗങ്ങളിലെയും കോണുകളുടെയൊക്കെ പ്രത്യേകതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഫസ്റ്റ് പറയാൻ പോവാണ്. ബോർഡിലേക്ക് ശ്രദ്ധിക്കും. ഞാനൊരു വൃത്തം വരച്ചു, ഉറപ്പായിട്ട് ഒരു വൃത്തം വരച്ചു. ഈ വൃത്തത്തില് വ്യാസമില്ലാത്തൊരു കോഡും വരച്ചു. ഡയാമീറ്റർ ഇല്ലാത്ത കോഡ്, അതായത് വ്യാസമില്ലാത്ത ഞാണ് AB വരച്ചു. ഈ വ്യാസമില്ലാത്ത ഞാണ് ഈ വൃത്തത്തിൽ വരച്ചപ്പോൾ, അതായത് ഡയാമീറ്റർ അല്ലാത്ത കോഡ് ഈ സർക്കിൾ വരച്ചപ്പോൾ അത് ഈ സർക്കിളിനെ ഒരു മേജർ പാർട്ടും ഒരു മൈനർ പാർട്ടും ആക്കിയിട്ടുണ്ട്. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും ആക്കിയിട്ടുണ്ട്. ഈ കോഡിന്റെ രണ്ടറ്റങ്ങൾ, ഈ ഞാണിന്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിന്റെ വലിയ ഭാഗത്തെ ഒരു ബിന്ദുവായ P-യുമായിട്ട് യോജിപ്പിച്ചുണ്ടാക്കുന്ന ഈ കോൺ, വൃത്തത്തിന്റെ കേന്ദ്രം O, ഈ ഞാണിന്റെ രണ്ടറ്റങ്ങൾ കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുന്ന ഈ കോണും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞതാണ്. അതാണ് C/2 തിയറി. ഇത് C ആണെങ്കിൽ ഇത് C/2 ആയിരുന്നു. ഇത് C ആണെങ്കിൽ മുകളിലത്തെ ആംഗിൾ P എന്തായിരുന്നു? ഈ കോൺ P എന്തായിരുന്നു? C/2 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ഇത് C/2 ആണെങ്കിൽ ഈ ചെറിയ ഭാഗത്തെ ഒരു ബിന്ദു Q ആണെങ്കിൽ A Qമായിട്ടും B Qമായിട്ടും യോജിപ്പിച്ചാൽ കിട്ടുന്ന ഈ ആംഗിൾ Q 180 ഡിഗ്രിയിൽ നിന്ന് ഈ C/2 കുറച്ചതാണെന്നും പറഞ്ഞു. 180 മൈനസ് C/2. അങ്ങനെയാണ് ആംഗിൾ P-യും ആംഗിൾ Qയും സപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. അതായത് അനുപൂരക കോണുകളാണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ തിയറിയാണ് നമ്മൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത്. ഒരു വൃത്തം, ഇതുപോലെ തന്നെ ഒരു വൃത്തം വരച്ചു, ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ വ്യാസമില്ലാത്തൊരു ഞാൻ വരച്ചു, അതായത് ഡയാമീറ്റർ ഇല്ലാത്തൊരു കോഡ് വരച്ചു AB. വൃത്തത്തിന്റെ കേന്ദ്രം O, സെന്റർ O ആണ്. A സെന്ററുമായിട്ട് യോജിപ്പിച്ചു, അതുപോലെ തന്നെ B സെന്ററുമായിട്ട് യോജിപ്പിച്ചു. ഇവിടെ നമുക്കൊരു കേന്ദ്രകോൺ കിട്ടിയിട്ടുണ്ട്. ഈ കോണ് ഞാനൊരു 140 ഡിഗ്രി എടുത്തു. ഈ കോൺ എത്ര എടുത്തു? 140 ഡിഗ്രി. ഏതളവാണ്? ഞാനിപ്പോ തൽക്കാലം എടുത്തത് 140 ഡിഗ്രിയാണ് ഈ കോണ്. എങ്കിൽ ഇവിടുത്തെ കോൺ, ഈ കോൺ ആംഗിൾ P എത്ര വരും? ഇതിന്റെ പകുതി എന്ന് വെച്ചാൽ 70 ഡിഗ്രി. 70 ഡിഗ്രി. ഇനി ഇവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തി Q. A Qയുമായിട്ടും B-യുമായിട്ടും യോജിപ്പിച്ചു. Then ഇവിടുത്തെ കോൺ എത്ര വരാം? ഇത് 70 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ, അതായത് ആംഗിൾ P പ്ലസ് ആംഗിൾ Q, ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ എത്ര വരുന്നത്? നമുക്കറിയാം
180 ഡിഗ്രിയാണ് വരിക. കാരണം ഈ രണ്ട് കോണുകൾ അനുപൂരകമാണ്, അതായത് സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസിന്റെയും സം 180 ആണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇത് എത്ര വരും? 110. അപ്പൊ രണ്ടുകൂടി ആഡ് ചെയ്താൽ 180 ആവുമല്ലോ. ഇപ്പൊ രണ്ടുകൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും. കാരണം ഇത് 70 110 രണ്ടുകൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതായത് രണ്ടും അനുപൂരകമാണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് വേറൊരു കാര്യം പറയാണ്, ശ്രദ്ധിക്കുക. ഒരു വൃത്തത്തിന്റെ മൊത്തം കേന്ദ്രകോണം എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഒരു വൃത്തത്തിന്റെ മൊത്തം സെൻട്രൽ ആംഗിൾ എത്ര വരുന്നത്? ടോട്ടൽ സെൻട്രൽ ആംഗിൾ വരുന്നത്, ഒരു സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ വരുന്നത് 360 ഡിഗ്രി, അതായത് 360 ഡിഗ്രിയാണ്. ഇവിടെ കേന്ദ്രത്തിൽ 140 ഡിഗ്രി ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഈ മൊത്തം കേന്ദ്രകോണം എത്ര വരിക? 360ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 140 കുറച്ചാൽ മതി. 0 6 4 പോയ 2 3 2 പോയ എത്ര വരുന്നത്? 220 ഡിഗ്രിയാണ്. 220. അപ്പൊ ഈ കോൺ വരുന്നത് 220 ഡിഗ്രിയാണ്. എത്ര വരുന്നത്? 220 ഡിഗ്രിയാണ്. അപ്പൊ ഇനി ആ ചിത്രത്തിന്റെ ബാക്കിയുള്ള രണ്ട് കോണുകൾ അങ്ങ് മായ്ച്ചു കളയാണ്. ശ്രദ്ധിക്കുക, ഈ കോണ് തൽക്കാലം മായ്ച്ചു. അതുപോലെ ഇനി ആംഗിൾ AOB എന്നാൽ ഈ ആംഗിൾ കണ്ടോ? ഈ ആംഗിൾ കണ്ടോ? ഈ ആംഗിൾ എത്ര വന്നിട്ടുള്ളത്? ഈ ആംഗിൾ എത്ര വന്നിട്ടുള്ളത്? ഈ ആംഗിൾ വന്നിട്ടുള്ളത് 220 ഡിഗ്രിയാണ്. 220 ഡിഗ്രിയാണ് ഈ ആംഗിൾ. ഈ ആംഗിൾ നമ്മൾ എന്താ ബന്ധം? ആംഗിൾ AQB. അതായത് ഈ കോൺ 220 ആയപ്പോൾ ഈ കോൺ എത്ര വന്നിട്ടുള്ളത്? ഇതിന്റെ പകുതിയല്ലേ? 220ന്റെ പകുതിയല്ലേ 110 ആണ്. ആംഗിൾ AQB എന്ന് പറയുന്നത് 220/2 110 ഡിഗ്രിയാണ്. എത്രയാണ്? 110 ഡിഗ്രി. അതായത് ഈ കേന്ദ്രകോണിന്റെ പകുതിയാണ് ഈ ചെറിയ ഭാഗത്തുള്ള ഈ കോൺ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എല്ലാ ചിത്രത്തിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ഈ ചെറിയ വൃത്തഭാഗത്തെ കോൺ വരും. ക്ലിയർ ആണോ? അപ്പൊ അതിനെ d/2 എന്നാ പറയും. അപ്പൊ അതിനെ ഞാൻ ഈ ചിത്രത്തിൽ ഒന്ന് മാർക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഈ ചിത്രത്തിൽ എങ്ങനെ മാർക്ക് ചെയ്യുക? ഇത് C ആണെങ്കിൽ ഇത് C/2, അത് ഉറപ്പാണ്. ഇനി ഇവിടെ കിട്ടിയ ഈ കോണ് D ആണല്ലോ. ഈ കോണ് D ആണ് എങ്കിൽ എന്ത് വരിക? അതിന്റെ പകുതി d/2. ഈ ചിത്രം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്, പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. ഇത് D ആണെങ്കിൽ ഇത് d/2, ഇത് C ആണെങ്കിൽ ഇത് C/2. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ള ഒരു ചെറിയ കാര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഈ സംഭവം. d/2 റിലേഷനും C/2 റിലേഷനും ഒരേ ചിത്രത്തിൽ. അപ്പൊ ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പഠിക്കാതെ പോവരുത്. നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോകണം. കാരണം ഈ d/2 ഇതിലെ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ട് എല്ലാ ആംഗിൾസും ഫൈൻഡ് ചെയ്യാൻ നല്ല മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നല്ലോണം അനലൈസ് ചെയ്ത് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ഈ ചിത്രം മനസ്സിലാക്കാനും പഠിക്കും. അപ്പൊ d/2 C/2 റിലേഷൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ് ഞാൻ ബോർഡിൽ വരച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഭാഗത്ത് ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തോട്ട് കിടക്കണം. ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കിടക്കാണ്. എന്താണ് അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ, അതായത് വൃത്തവും ചതുർഭുജവും എന്ന ഭാഗമാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ, വൃത്തവും ചതുർഭുജവും. ഈ ഭാഗത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. ബോർഡിൽ ഞാനൊരു വൃത്തം തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ അകത്തായിട്ട്, ആ വൃത്തത്തിന്റെ അകത്തായിട്ട് 4 വശങ്ങളുള്ള ഒരു ജാമിതീയ രൂപം, ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് തന്നിട്ടുണ്ട്. 4 വശങ്ങളും 4 കോണുകളുമുള്ള രൂപത്തെ, 4 ആംഗിൾസും 4 സൈഡ്സുമുള്ള രൂപത്തെ നമ്മൾ മാത്തമാറ്റിക്സിൽ എന്താണ് വിളിക്കാറ്?
ക്വാഡ്രിലാറ്ററൽ അതായത് ചതുർഭുജം. എന്താ വിളിക്കുക? ചതുർഭുജം എന്ന് വിളിക്കും. 4 വശങ്ങളും 4 കോണുകളും 4 ഫോർ സൈഡ്സും 4 ആംഗിൾസും ഉള്ള എല്ലാ രൂപത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ. ചതുരം, അതുപോലെ തന്നെ സമചതുരം, ലംബകം, സമപാർശ്വലംബകം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, അല്ലെ? സ്ക്വയർ, റെക്ടാങ്കിള്, ട്രപ്പീസിയം, ഐസോസെലസ് ട്രപ്പീസിയം, പാരലോഗ്രാം, റോംബസ്, ഇവയൊക്കെ എന്ത് തന്നെയാണ്? ക്വാഡ്രിലാറ്ററൽസ് ആണ്, അതായത് ചതുർഭുജങ്ങളാണ്. 4 വശങ്ങളും 4 രൂപവും 4 വശങ്ങളും 4 കോണുകളുമുള്ള 4 ആംഗിൾസും 4 സൈഡ്സുമുള്ള എല്ലാ രൂപത്തെയും നമുക്ക് എന്ത് വിളിക്കാം? ക്വാഡ്രിലാറ്ററൽ അതായത് ചതുർഭുജം എന്ന് വിളിക്കാം. അപ്പൊ ഈ വൃത്തത്തിന്റെ അകത്ത് ABCD എന്നുള്ള ഒരു ചതുർഭുജം അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ഉണ്ടല്ലോ. ABCD അത് കറക്റ്റ് ആയിട്ട് വൃത്തത്തിന്റെ അകത്താണ് നിൽക്കുന്നത്. നമുക്കിനി ഇവിടെ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ശ്രദ്ധിക്കാം. ഞാൻ ഈ ചതുർഭുജത്തിന്, ഈ ക്വാഡ്രിലാറ്ററലിന് AC എന്നൊരു വികരണം വരച്ചു. AC എന്ന വികരണം ക്ലിയർ ആണോ? സർക്കിളിന്റെ സെന്റർ O ആണ്. സർക്കിളിന്റെ സെന്റർ O ആണ്. സർക്കിളിന്റെ സെന്റർ ആരാണ്? O. സർക്കിളിന്റെ സെന്റർ O ആണ്. AC എന്നൊരു ഡയഗ്രം. ഈ AC വൃത്തത്തിന്റെ ആരാണ്? വ്യാസമില്ലാത്തൊരു ഞാനാണ്, അതായത് ഡയാമീറ്റർ ഇല്ലാത്തൊരു കോഡാണല്ലോ. ഡയാമീറ്റർ ഇല്ലാത്തൊരു കോഡാണ് AC. ഡയാമീറ്റർ ഇല്ലാത്തൊരു കോഡാണ്. ഞാൻ ഈ സർക്കിളിന്റെ സെന്ററായ പോയുമായിട്ട് വെച്ചു, അതുപോലെ സിയും വെച്ചു. അപ്പൊ ഇവിടെ ഒരു കേന്ദ്രകോൺ കിട്ടുമല്ലോ. കേന്ദ്രകോൺ കിട്ടും. ഇത് സി ആണെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക? AC എന്ന് പറയുന്നത് വ്യാസമില്ലാത്തൊരു ഞാനാണ്. AC എന്ന് പറയുന്നത് ഡയമീറ്റർ ഇല്ലാത്തൊരു കോഡാണ്. അതിന് സെൻട്രലായി സി ആണെങ്കിൽ ഇത് എന്ത് വരും? C/2 ആണല്ലോ. ഇത് C/2 ആണ്. ഇത് C/2 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? സോറി, നമ്മൾ D/2 ഇത് C/2 ആണ്. C/2 റിലേഷൻ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? C/2 റിലേഷൻ. ഇത് C ആണെങ്കിൽ ഇത് C/2, ഇത് C ആണെങ്കിൽ ഇത് C/2. അതായത് ചിത്രം കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡയമീറ്റർ വരച്ചു, ഡയമീറ്റർ ഇല്ലാത്തൊരു കോഡ് വരച്ചു, വ്യാസമില്ലാത്ത ഞാൻ വരച്ചു. കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുന്ന കോൺ C ആണെങ്കിൽ ഇവിടുത്തെ കോൺ എന്തായിരിക്കും? C/2 ആണെന്നും ഇത് 180 മൈനസ് C/2 ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 180 മൈനസ് C/2 ആണ്. അപ്പൊ ഇത് C/2 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് C/2. 180 മൈനസ് C/2. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇത് C ആണെങ്കിൽ ഇത് C ആണെങ്കിൽ ഇത് C/2, ഇതെന്താണ്? 180 മൈനസ് C/2. അപ്പൊ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ആംഗിൾ B പ്ലസ് ആംഗിൾ D സിഗൽ. അതായത് ഈ ആംഗിൾ C/2 ആണെങ്കിൽ ഇത് 180 മൈനസ് C/2 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. കാരണം സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ ഈ വലിയ ഭാഗത്തുള്ള ആംഗിൾ C/2, ചെറിയ ഭാഗത്തുള്ള ആംഗിൾ 180 മൈനസ് C/2. അപ്പൊ ഇത് C/2, ഇത് 180 മൈനസ് C/2 ആണെങ്കിൽ ഈ ആംഗിൾ Dയും ആംഗിൾ Bയും തമ്മിലുള്ള റിലേഷൻ എന്താ? ആംഗിൾ Bയും കോൺ Dയും കോൺ Bയും തമ്മിലുള്ള ബന്ധം എന്താണ്? കോൺ Bയും കോൺ Dയും തമ്മിലുള്ള ബന്ധം രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും? 180 ഡിഗ്രി. അതിനർത്ഥം എന്താണ്? ആംഗിൾ Bയും ആംഗിൾ Dയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്താണ്? ഈ രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ ഈ രണ്ട് ആംഗിളിനെയും ഈ രണ്ട് കോണിനെയും ചേർത്ത് നമുക്ക് അനുപൂരക കോണുകൾ, അതായത് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ഈ രണ്ട് ആംഗിൾ എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. ഓക്കെ. ഇനി ഈ ഫിഗർ കാണിക്കാം. എന്താ ഇത് നമുക്ക് വായിക്കാം. നമുക്കറിയാം ഒരു ചതുർഭുജത്തിന്റെ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസ് കൂടി ആഡ് ചെയ്താൽ 360 ആണല്ലോ, 360 ഡിഗ്രി ആണല്ലോ നമുക്ക് കിട്ടുക. ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകൂടി കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുക. ചിത്രത്തില് ഈ രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പൊ 180 ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്ര ആയിരിക്കും? ഈ രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം.
എത്ര കിട്ടണം? 150 ഡിഗ്രി കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ ചതുർഭുജം ABCDയുടെ എതിർ കോണുകൾ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രിയാണ്. In this quadrilateral the sum of opposite angles 180. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ആണ്, 180 ഡിഗ്രിയാണ്. കാരണം ഈ കോൺ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എതിർ കോണാണ് ആംഗിൾ ബി അല്ലേ? ഈ രണ്ട് ആംഗിൾ കൂട്ടിയത് 180 ആണ്. ഈ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ സി. ഈ രണ്ട് കോൺ കൂട്ടിയാൽ എന്താ കിട്ടുന്നത്? 180 ഡിഗ്രിയാണ്. അതായത് ഈ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. എതിർ കോണുകളില്ലേ? ഈ രണ്ട് കോണുകളും എതിരായിട്ടാണ് നിൽക്കുന്നത്. രണ്ടും കൂട്ടിയാൽ 180 ആണ്. ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണ്. അതായത് ചതുർഭുജം ABCDയുടെ എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഈ എതിർ കോണുകൾ കൂട്ടിയാൽ, അതായത് കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ ആ കോണിനെ നമ്മൾ വിളിച്ച പേരെന്താ? അനുപൂരകം എന്നാണ്. എന്താ വിളിച്ചത്? അനുപൂരകം. അപ്പൊ ഇതിന്റെ എതിർ കോണുകൾ എന്താണ്? അനുപൂരകമാണെന്ന് പറയാം. അതായത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്താണ്? 180. അപ്പൊ ഈ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ്. ക്ലിയർ ആണോ? അതായത് ഈ ചതുർഭുജം നിൽക്കുന്നത് നോക്കിയേ, ഈ ക്വാഡ്രിലാറ്ററൽസ് നിൽക്കുന്നത് നോക്കിയേ. എ എന്ന കോണ് വൃത്തത്തിന്മേലല്ലേ? വൃത്തത്തിന് അകത്തോ പുറത്തോ അല്ലേ? വൃത്തത്തിന്മേലാണ്. ബി എന്ന കോണും വൃത്തത്തിന്മേലാണ്. സി എന്ന കോണും വൃത്തത്തിന്മേലാണ്. ഡി എന്ന കോണും വൃത്തത്തിന്മേലാണ്. 4 കോണുകളും വൃത്തത്തിന്മേലാണ്. 4 കോണും ഓൺ ദി സർക്കിൾ, 4 വെർട്ടെക്സും ഓൺ ദി സർക്കിളാണ്. എ എന്ന വെർട്ടെക്സ് ഓൺ ദി സർക്കിളാണ്, ബി എന്ന വെർട്ടെക്സ് ഓൺ ദി സർക്കിളാണ്, സി എന്ന വെർട്ടെക്സ് ഓൺ ദി സർക്കിളാണ്, ഡി എന്ന വെർട്ടെക്സും ഓൺ ദി സർക്കിൾ. അതായത് 4 വെർട്ടെക്സും ഓൺ ദി സർക്കിളാണ്. മാത്രമല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ്. ഇത്രയും പ്രത്യേകതകൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം. എന്താണ് അവസാനമായിട്ട് നമുക്ക് പറയാം? ഇങ്ങനെ പറയാം. ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകളും വൃത്തത്തിന്മേലാണെങ്കിൽ, ആ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അല്ലെങ്കിൽ എതിർകോണുകൾ സപ്ലിമെന്ററി ആണ്. എങ്ങനെയും പറയും, എതിർകോണുകൾ സപ്ലിമെന്ററി ആണ്. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സും ഓൺ ദി സർക്കിൾ ആണെങ്കിൽ, ഇറ്റ്സ് ആംഗിൾസ് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇതിന്റെ ആംഗിൾസിന്റെ സം, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം, ഇറ്റ്സ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്താണ്? 180. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും വൃത്തത്തിന്മേലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സം 180 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180. അതായത് എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ക്ലിയർ ആണോ? ഇത്തരത്തിലുള്ള ചതുർഭുജങ്ങളെ, അതായത് എതിർകോണുകൾ കൂട്ടിയാൽ 180, എതിർകോണുകൾ അനുകൂലവും ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററിയും 4 വെർട്ടെക്സ് ഓൺ ദി സർക്കിളുമായ, അല്ലെങ്കിൽ 4 വെർട്ടെക്സിലൂടെയും 4 കോണിലൂടെയും പാസ് ചെയ്യുന്ന വൃത്തം വരയ്ക്കാൻ പറ്റുന്ന ചതുർഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചതുർഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ചക്രീയ ചതുർഭുജം. ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളിലും വൃത്തം കടന്നു പോകുമെങ്കിൽ അത്തരത്തിലുള്ള ചതുർഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ ചക്രീയ ചതുർഭുജത്തിന്റെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകമായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് ഫസ്റ്റ് പഠിക്കാനുള്ളത്. എന്താണ് ചക്രീയ ചതുർഭുജം? 4 മൂലയുടെയും വൃത്തം കടന്നു പോകുന്ന ചതുർഭുജം. 4 വെർട്ടെക്സിലൂടെയും സർക്കിൾ പാസ് ചെയ്യുന്ന ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ സൈക്ലിക് അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. എന്താണ് അതിന്റെ പ്രത്യേകത? എതിർകോണുകൾ കൂട്ടിയാൽ
180 ഡിഗ്രി കിട്ടണം. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആവണം. ക്ലിയർ ആണോ? അപ്പൊ ഈ ഭാഗത്ത് ഫസ്റ്റ് നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. എന്താണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു ചതുർഭുജത്തിന്റെ 4 മൂലയിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ചതുർഭുജങ്ങളെ നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. അതിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ എതിർകോണുകൾ അനുപൂരകമായിരിക്കും. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സിലൂടെയും 4 വെർട്ടെക്സിലൂടെയും ഒരു സർക്കിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിച്ചു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി ഞാൻ മറ്റൊരു കേസ് പറയാം. ഒരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിലെ ഒരു ചതുർഭുജാണ് എ ബി സി ഡി. ഈ ചിത്രത്തിൽ കാണുന്ന ചതുർഭുജം എ ബി സി ഡി, ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി സൈക്ലിക് ആണോ? ചക്രീയമാണോ? ആണോ? അല്ല. കാരണം എന്താ? സൈക്ലിക് ആവണമെങ്കിൽ, അതായത് ചക്രീയമാവണമെങ്കിൽ എന്താ പ്രത്യേകത? 4 മൂലയും ഓൺ ദി സർക്കിൾ ആവണം. 4 മൂലയും വൃത്തത്തുമലാവണ്ടേ? ഇത് 4 മൂല വൃത്തത്തുമലല്ല. എ എന്ന മൂല വൃത്തത്തുമല, ബി എന്ന മൂല വൃത്തത്തുമല, സി എന്ന മൂലയും വൃത്തത്തുമല. എന്നാൽ ഡി എന്ന മൂല വൃത്തത്തിന്റെ പുറത്താ. 3 വെർട്ടെക്സ് ഓൺ ദി സർക്കിളും 1 വെർട്ടെക്സ് ഔട്ട് ഓഫ് സർക്കിളുമാണ്. അപ്പൊ എ ബി സി ഒരിക്കലും സൈക്ലിക് അല്ല, ചക്രീയമല്ല. ഇതിന്റെ എതിർകോണുകൾ എന്താവൂല? അനുപൂരകമാവൂല. ഓപ്പോസിറ്റ് ആംഗിൾസ് ഒരിക്കലും എന്താവൂല? സപ്ലിമെന്ററിയും ആവൂല. നമുക്ക് കാണേണ്ടത് ഒരു മൂല പുറത്തേക്ക് കടന്നല്ലോ. അത് ഏത് മൂല? ഡി എന്ന മൂല. നമുക്ക് കാണേണ്ടത് ആ ഡി എന്ന കോണ് പ്ലസ് ഈ ബി എന്ന കോണ് കൂട്ടിയാൽ എത്ര കിട്ടും? രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? അതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പുറത്തുള്ള ഈ മൂലയിൽ ഇത് സൈക്ലിക് അല്ല, ഇതൊരിക്കലും ചക്രീയമല്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പൊ ഒരിക്കലും കൂട്ടിയാൽ രണ്ടും കൂടിയാൽ ഒരിക്കലും എന്ത് കിട്ടൂല? എതിർകോണാണ്. പക്ഷെ കൂട്ടിയാൽ 180 കിട്ടൂല. പക്ഷെ എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. ഏകദേശം എത്ര കിട്ടും നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഇവിടെ ഞാൻ ഇ എന്നൊരു പോയിന്റ്, ഓൺ ദി സർക്കിളാണ് ഈ നിൽക്കുന്നത്. എന്നിട്ട് ഈ ആരുമായിട്ട് യോജിപ്പിച്ചു? എയുമായിട്ട് യോജിപ്പിച്ചു. ഇപ്പോ എ ബി സി ഇ ചക്രീയമാണ്, സൈക്ലിക്കാണ്. ചതുർഭുജം എ ബി സി സൈക്ലിക് അല്ലേ? ചക്രീയമല്ലേ? ഓക്കെ. എ ഓൺ ദി സർക്കിളാണ്, ബി ഓൺ ദി സർക്കിളാണ്, സി ഓൺ ദി സർക്കിളാണ്, ഇ ഓൺ ദി സർക്കിളാണ്. അപ്പൊ ഇവിടെ ഒരു പുതിയൊരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എ ബി സി. അപ്പൊ എ ബി സി എന്താണ്? സൈക്ലിക് ആണെന്ന് നമുക്ക് പറയാം. എ ബി സി എന്താണ്? സൈക്ലിക് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഇ സി, ഈ ആംഗിൾ എ ഇ സി പ്ലസ് ഈ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ആംഗിൾ ബിയും, ആംഗിൾ ബി രണ്ടും കൂടി ആഡ് ചെയ്ത് വരാം. ഈ ആംഗിൾസ് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ 180, 180 ഡിഗ്രി. കാരണം എന്താ? എ ബി സി സൈക്ലിക്, ചക്രീയമാണ്. അപ്പൊ അതിന്റെ എതിർകോണുകൾ എന്തായിരിക്കും? അനുപൂരകമായി. അപ്പൊ ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ കിട്ടും 180 ഡിഗ്രി കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇൻ ട്രയാങ്കിൾ എ ഡി ഇ, ത്രികോണം എ ഡി ഇയിൽ, ഇംഗ്ലീഷ് മീഡിയം ഇൻ ട്രയാങ്കിൾ എ ഡി ഇ, മലയാളം ത്രികോണം എ ഡി ഇയിൽ. ത്രികോണം എ ഡി എന്ന ഈ കുഞ്ഞു ത്രികോണം കണ്ട നിങ്ങൾ, ഈ ചെറിയ ത്രികോണം, ഈ ത്രികോണത്തില് ഇതൊരു ഔട്ടർ ആംഗിൾ ആണ്, ഒരു പുറംകോണാണ്. ഇതൊരു പുറംകോണം. ഈ കോണം ആദ്യത്തെ കൊണ്ട് മാറ്റി വെക്കാം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഈ കോണം കൂട്ടിയാൽ ഈ കോണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോണം കൂട്ടിയാലാണ് ഈ കോണം കിട്ടുക. ക്ലിയറാണ്? അതുപോലെ
ഈ കോൺ കിട്ടണമെങ്കിൽ, അതായത് എ ഇ സി എന്ന കോൺ കിട്ടണമെങ്കിൽ, കോൺ എ ഇ സി ഈ കോൺ കിട്ടണമെങ്കിൽ ഈ കോണിന്റെ പേരെന്താ? കോൺ ഡി എ ഇ, കോൺ ഡി എ ഇ പ്ലസ് ഈ കോൺ ഏതാ? കോൺ ഡി, കോൺ ഡി, കോൺ ഡി കൂട്ടണം. അതായത് ഈ കോൺ ഡി എന്ന ഈ കോണും കൂട്ടിയാലാണ് നമുക്ക് ഈ കോൺ കിട്ടുക. ക്ലിയർ ആണ്? അതിനർത്ഥം എന്താ? ഈ കോണും കൂട്ടിയാൽ ഈ കോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതാണിതെന്നല്ലേ? കാരണം ഈ രണ്ട് കോണ് കൂട്ടിയാലാണ് ഈ ഒരു കോൺ കിട്ടുന്നത്. അതിനർത്ഥം കോൺ ഡി യേക്കാളും വലുതാണ് കോൺ ഇ എന്നുള്ളതാണ്. തിരിച്ചു പറഞ്ഞാലോ, കോൺ ഇ യേക്കാളും ചെറുതാണ് കോൺ ഡി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? therefore കോൺ എ ഇ സി എന്ന ഈ കോണിനേക്കാളും ചെറുതാണ് കോൺ ഡി, ചെറുതാണ് കോൺ ഡി. അതായത് ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ ഈ കോൺ കിട്ടും. അതിനർത്ഥം ഇവർ രണ്ടാളും കൂടി ചേർന്നാലേ ഇവനാവുള്ളൂ. അതിനർത്ഥം ഇതിനേക്കാളും ചെറുതാണ് ഇത് എന്നാണ്. ഇതിനേക്കാളും ചെറുതാണ് ഈ കോൺ. അതായത് കോൺ എ ഇ സിയേക്കാളും ചെറുതാണ് കോൺ ഡി. അങ്ങനെയാണെങ്കിൽ therefore കോൺ ഡി പ്ലസ് കോൺ ബി കൂട്ടിയാൽ ഈ കോണും കൂട്ടിയാൽ 180 ആണ്. ഈ കോണിന് പകരം ഈ കോൺ കൊടുത്താൽ, അതായത് കോൺ ഡിയും കോൺ ബിയും കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുക? യെസ്, 180നേക്കാളും ചെറുതായിരിക്കും. എത്രയേക്കാളും ചെറുതായിരിക്കും? 180നേക്കാളും ചെറിയൊരു സംഖ്യ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഒരു ചതുർഭുജത്തിന്റെ 3 മൂലകൾ വൃത്തത്തിന്മേലും 4ാമത്തെ മൂല വൃത്തത്തിന് പുറത്തുമാണെങ്കിൽ ആ മൂലയിലെയും അതിന്റെ എതിർമൂലയിലെയും കോണുകൾ തമ്മിൽ കൂട്ടിയാൽ എത്രയേക്കാളും കുറവേക്കാരം? 180 ഡിഗ്രിയേക്കാളും കുറവേക്കാരം. അപ്പൊ ഇതൊരിക്കലും സൈക്ലിക് ആവില്ലല്ലോ. ഒരിക്കലും സൈക്ലിക് അല്ല. കാരണം എതിർകോണുകൾ കൂട്ടിയാൽ എന്തില്ല? 180 ഡിഗ്രി അല്ല. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 3 വെർട്ടെക്സ് ഓൺ ദി സർക്കിളും ഒരു വെർട്ടെക്സ് ഔട്ട് ഓഫ് സർക്കിളും ആണെങ്കിൽ ആ വെർട്ടെക്സിലെ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിളും തമ്മിൽ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമുക്കിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് നോട്ട് ചെയ്തു. മനസ്സിലായോ? അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റത്തെ ഇതിലെന്താ പറഞ്ഞത്? d/q റിലേഷൻ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പ്രത്യേകത പറഞ്ഞു, അതിന്റെ ആംഗിൾസിന്റെ പ്രത്യേകത പറഞ്ഞു. ഇനി 3 വെർട്ടെക്സ് ഓൺ ദി സർക്കിളിലും 3 മൂല വൃത്തത്തിലും 4ാമത്തെ മൂല വൃത്തത്തിന് പുറത്തുമായ ചതുർഭുജത്തിന്റെ കേസും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതില് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതായത് ചക്രീയ ചതുർഭുജം എന്ന ഈ ഭാഗത്ത് സാധാരണ ചോദിക്കാറ് തെളിയിക്കാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാറുണ്ട്. അതായത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് കോണ് കണ്ടെത്താനാണ്. അതായത് ആംഗിൾസ് ഫൈൻഡ് ചെയ്യാൻ. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതായത് ചക്രീയ ചതുർഭുജം എന്ന ഈ ഭാഗത്ത് സാധാരണ ചോദിച്ചു വരാറ്. ഒന്ന് തെളിയിക്കാൻ. എന്ത് തെളിയിക്കാനാണ് ചോദിക്കാറ്? യെസ്, ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കാൻ, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. പിന്നെ ആംഗിൾസ് കണ്ടെത്താൻ, അതായത് കോണ് കണ്ടെത്താൻ സാധാരണ ചോദിക്കാറുണ്ട്. 2-3 കോണ് തന്നിട്ട് 4ാമത്തെ കോണ് കാണാൻ, അല്ലെങ്കിൽ 2 കോൺ തന്നിട്ട് ബാക്കിയുള്ള എല്ലാ കോണുകളും കണ്ടെത്താനൊക്കെ സാധാരണ ഈ ഭാഗത്തും ചോദിക്കാറുണ്ട്. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന ഭാഗത്ത് പ്രൂവ് ചെയ്യാനും ആംഗിൾ ഫൈൻഡ് ചെയ്യണം, അതായത് ചക്രീയ ചതുർഭുജത്തിൽ തെളിയിക്കാനും കോണ് കണ്ടെത്താനും സാധാരണ ചോദിക്കുന്ന ഭാഗമാണ്. അപ്പൊ നിർബന്ധമായിട്ടും സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? 4 വെർട്ടെക്സും ഓൺ ദി സർക്കിൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്, സപ്ലിമെന്ററി 4 വെർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിള് വരയ്ക്കാൻ പറ്റും. അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എതിർകോണുകൾ അനുപൂരകമാണ്. അതായത് എതിർകോണിന്റെ തുക 180 ഡിഗ്രിയാണ്. 4 മൂലയിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ സാധിക്കും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കും. ഓക്കെ, താങ്ക് യു.